നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ പുറത്തു വന്നപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് എ സി മൊയ്തീൻ എന്ത് ചെയ്തു, എ സി മൊയ്തീനെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നൊക്കെയായിരുന്നു. ഏതായാലും ഇ.ഡി. എ സി മൊയ്തീൻ്റെ സ്വത്തുകൾ കണ്ടുകെട്ടിയിരുന്നു. ആ സ്വത്തുകൾ കണ്ടുകെട്ടിയ നടപടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു എ സി മൊയ്തീൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ നടപടി ശരിയാണ് എന്ന് ഡൽഹി അഡ്ജുഡിക്കേറ്റഡ് അതോറിറ്റി ശരിവെക്കുകയും ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടാണ് എ സി മൊയ്തീൻ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ.ഡി. നടപടി ശരിവെച്ചുകൊണ്ടാണ് ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇപ്പോൾ രംഗത്ത് വന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM നേതാവ് എ സി മൊയ്തീന് എന്താണ് പങ്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. എ സി മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇപ്പോൾ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. മൊയ്തീന്റെ എതിർപ്പ് തള്ളിയാണ് നടപടി. എ സി മൊയ്തീൻ, ഭാര്യ, മകൾ എന്നിവരുടെ പേരിലുള്ള 6ഓളം ബാങ്ക് അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന 40 ലക്ഷം രൂപയാണ് ഇ.ഡി. കണ്ടുകെട്ടിയത്. ഇരുവരുടെയും ഭൂസ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ട്. നടപടി ചോദ്യം ചെയ്തുകൊണ്ട് മൊയ്തീൻ കോടതിയെ സമീപിച്ചിരുന്നു. തനിക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്, ഭാര്യയ്ക്കും മകൾക്കും കേസുമായി ഒരു ബന്ധവുമില്ല എന്ന വാദവും എ സി മൊയ്തീൻ മുന്നോട്ട് വെച്ചിരുന്നു. തന്റെ ഭാര്യ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു, ഇതിൽ നിന്നുള്ള വരുമാനമാണ് മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നുമായിരുന്നു മൊയ്തീന്റെ വാദം. എന്നാൽ ഈ എതിർപ്പുകളെല്ലാം തള്ളിക്കൊണ്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇ.ഡി. നടപടി ശരിവെച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 15 കോടിയുടെ സ്വത്തുക്കൾ ഇ.ഡി. പിടിച്ചെടുത്തിരുന്നു. മൊയ്തീന്റെയും ഭാര്യയുടെയും പേരുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളും ഇ.ഡി. മരവിപ്പിച്ചിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്നാണ് ഇ.ഡി. പറയുന്നത്. 300 കോടിയുടെ ക്രമക്കേട് ബാങ്കിൽ നടന്നിട്ടുണ്ടെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഉന്നതതല കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ 219 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. 5 പ്രതികളുടെ സ്വത്തുക്കളാണ് ആദ്യം കണ്ടുകിട്ടിയത്. പിന്നീട് ക്രമക്കേട് നടത്തിയ 26 കോടിയോളം രൂപ ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ ഇത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഏതായാലും എ സി മൊയ്തീനും അതുപോലെ തന്നെ പിണറായി വിജയനുമൊക്കെ അവരുടെ ഭാര്യമാരൊക്കെ ജോലി ചെയ്യുമ്പോൾ വലിയ വലിയ തുകകളാണ് കിട്ടുക. നഴ്സിംഗ് സൂപ്രണ്ടായിരുന്ന ഒരാൾ അവരുടെ ജോലി കഴിഞ്ഞ് സർവീസ് ആനുകൂല്യമായോ ജോലി ചെയ്തോ ഒക്കെ കിട്ടിയ തുകയാണ് 40 ലക്ഷം സമ്പാദിച്ചിരുന്നതെന്ന് എ സി മൊയ്തീൻ പറയുമ്പോൾ, മകൾ 4 കോടിയുടെ കമ്പനി ഉണ്ടാക്കിയത് ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം കൊണ്ടാണെന്ന് പിണറായി വിജയൻ പറയുന്നു. ഏതായാലും ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ, ഏതെങ്കിലും സഹകരണ ബാങ്കിലോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ ഭാര്യമാരെ കുടിയിരുത്തുന്ന പതിവ് CPM-ന് പണ്ടേയുണ്ട്. ആ വരുമാനം കൊണ്ടാണ് തങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയും. നമുക്കറിയാം, ഒരു ഭാര്യയുടെ വരുമാനം കൊണ്ട്, ഇതുപോലെ തന്നെ ഒരു ടീച്ചറായിരുന്ന ഭാര്യയുടെ വരുമാനം കൊണ്ടാണ് തൊഴിലാളി നേതാവായിരുന്ന എറണാകുളത്തെ ഒരു നേതാവ് മിനി കൂപ്പർ വാങ്ങിയതെന്ന് വരെ പറഞ്ഞു കളഞ്ഞു. ഏതായാലും ഇവർക്കൊക്കെ മാത്രമേ ഇത്തരത്തിൽ വരുമാനം ഉണ്ടാകുന്നുള്ളൂ, അതോ സാധാരണ ജോലിക്ക് പോകുന്ന ഭാര്യയും ഭർത്താവും കൂടി ജോലിക്ക് പോകുന്ന വീടുകളിൽ പോലും ഇതുപോലെ മിനി കൂപ്പർ വാങ്ങാനോ കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ 40 ലക്ഷമൊക്കെ ഒറ്റയടിക്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനോ ഒക്കെ കഴിയുന്നില്ല? അതെന്തുകൊണ്ടാണെന്ന് സാധാരണക്കാരൻ ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ എ സി മൊയ്തീൻ പറഞ്ഞത് ഭാര്യയുടെ അക്കൗണ്ടിൽ കിടന്ന 40 ലക്ഷം രൂപ മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി, അത് ഭാര്യയുടെ പണമാണ്, ഭാര്യ നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്തപ്പോൾ ഉണ്ടാക്കിയ പണമാണ് എന്നാണ്. അതുപോലെ തന്നെയാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയും. ഏതായാലും സഖാക്കന്മാരെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് കായംകുളത്ത് 20 കോടിയുടെ ആസ്തിയാണ് ക്ലീനറായിരുന്ന സഖാവിന് ഉണ്ടായത് എന്നാണ്. ഏതായാലും ഇത്തരത്തിൽ എല്ലാ കുട്ടി സഖാക്കന്മാരും ശതകോടീശ്വരന്മാരും കോടീശ്വരന്മാരുമാരൊക്കെ മാറുകയാണ്. കേരളത്തിൽ ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും CPM-ന് 2 ടൈം ഭരണം കിട്ടിയതോടുകൂടി എല്ലാ നേതാക്കന്മാരും ശതകോടീശ്വരന്മാരും കോടീശ്വരന്മാരുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.